പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശുഭദിനം നേരുന്നു. നമ്മുടെ പൂബന്തി ഓറഞ്ച് കളറ് വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയും വിരിയാനുണ്ട്. അപ്പോൾ ചെടിയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നലത്തെ മഴ നമുക്ക് ഉപകാരപ്രദമായി. ഇന്ന് വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്നിവിടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. നല്ലൊരു കരുത്തോടെ വരട്ടെ. അതുപോലെ ഇപ്പുറത്ത് നമ്മുടെ കുളത്തിന് തൊട്ട് തെക്കുവശം പച്ചമുളകും അതുപോലെ തന്നെ വെണ്ടയും കാന്താരിയൊക്കെ നടുന്നതിന് വേണ്ടിയുള്ള വാരം ഞാൻ ഇന്ന് വന്ന് പിടിച്ചു. ഇപ്പോൾ ഒരു സൈഡേ പിടിച്ചുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി തെങ്ങിന് തൊട്ട് അപ്പുറത്തെ സൈഡുണ്ട്. ഇത് വടക്കുവശമാണ്. ഇത് തൊട്ട് വടക്കുവശം തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡിൽ നമുക്ക് പയറും ഇടയ്ക്കിട്ട് വെണ്ടയും അല്ലെങ്കിൽ പച്ചമുളക് കാന്താരിയൊക്കെ നടാം ഇത്രയും സ്ഥലത്ത്. ഇനി ഇതിൻ്റെ അപ്പുറം സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ നാളെ രാവിലെ വരണം. ഇന്ന് രാവിലെ പ്രസിഡൻറ്റ് ബാബുരാജ് അതുപോലെ അജിത്ത് സജീവ് ഇവർ രാവിലെ ഇവിടെ എത്തി വർക്കൊക്കെ ചെയ്തു. അതിനുശേഷം അവർ പോയി. അതിനുശേഷമാണ് ഞാൻ വന്നത്. അപ്പോൾ ഇപ്പുറത്തെയും ചെടികളൊക്കെ കിഴക്കുവശത്തെ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. നല്ല ആരോഗ്യത്തോടെ തന്നെയാണ്. മറിഞ്ഞെങ്കിലും അതിനൊന്നും യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ല. അത് ഏറ്റവും വളരെ ദൈവാധീനമാണ്. അപ്പോൾ ഇവിടുത്തെ പൂക്കളൊക്കെ നമ്മൾ കുറച്ച് പൊട്ടിക്കാതുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അത് കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞ് അറിയിക്കുന്നതിനപ്പുറത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ആ പൂവ് കാണാം. നമ്മുടെ ഒരു ഉള്ളം കയ്യിൽ നിൽക്കും. അത്രയും വലിപ്പമുള്ള പൂവാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ആ പീരീഡിന് മുന്നേ ചിലപ്പോൾ ഇത് തീരും. ഇവിടെ പൂർത്തീകരിക്കാറായി. ഇനി ഏകദേശം ഒരു 10% കൂടെ ഉള്ള 25% വിരിയാനുണ്ട്. അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന ചെടികളുമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ മഴ നല്ല പെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം നിന്ന് ചെടി കേടാകും. ഇത് നമ്മുടെ ആദ്യത്തെ പൂവാണ്. അത് ഇനിയും ഒരു 10% കൂടി വിരിയാനുണ്ട്. അതുപോലെ ഇവിടെ നിൽക്കുന്ന ചെടികളുമൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതൊന്നും നമ്മൾ മുറിച്ചില്ല. വലിയ മുട്ട് കണ്ടപ്പോൾ മുറിക്കാൻ തോന്നിയില്ല. ഇപ്പോൾ ഒക്കെ അറിയാം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ചെടിയൊക്കെ അങ്ങേറ്റത്തൊക്കെ നിൽപ്പുണ്ട്. ഏകദേശം ഒരു 10-15 പൂവ് ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി മുട്ടുകളൊക്കെ പൊങ്ങി നല്ല രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഇന്നലെ പയറിന് പടരാൻ വേണ്ടിയുള്ള വല ഇന്നലെ വലിച്ചു കെട്ടി. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പയർ ഇപ്പം കയറി വരുന്നുണ്ട്. അത് പൂ കുത്തിയായിരുന്നു. താഴെ തന്നെ അത് പൂ കുത്തും. അപ്പോൾ എന്തെങ്കിലും അത് കെട്ടിയ കാരണത്തിൽ അതെല്ലാം പടന്ന് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാളെ അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ചെടിക്കും ചെയ്യണം. ഒന്നര വിട്ട് നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഇവിടെ നമ്മൾ പറിച്ചു നട്ട അത് കട്ട് ചെയ്ത് അതാണ് അതും മുട്ടിട്ട് വരുന്നു. എന്തെങ്കിലും വളരെ സന്തോഷം. എല്ലാവിധ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു. നല്ല രീതിയിൽ തന്നെ വരട്ടെ. ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. പോഞ്ഞിക്കര.